ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ സീരീസ് വ്ലോഗിൽ എന്തൊക്കെയാണ് കഴിച്ചെന്നുള്ളതാണ് ഈ വ്ലോഗിൽ കാണുന്നത്. രാവിലെ തന്നെ ഒരു ഊണ് കഴിച്ചിട്ട് നേരെ ട്രെയിനിൽ കയറിയപ്പോൾ ഒരു ഫ്രൈഡ് റൈസ് ആയിട്ടാണ് കയറിയത്. ദെൻ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാൽ ആദ്യം കയറിയത് ഇത് രാമേശ്വരം കഫേ. അവിടെ നല്ല അടിപൊളി സൗത്ത് ഇന്ത്യൻ ഡിഷസ് കഴിച്ചു. അതായത് ദോശയും വടയും ചായയും മസാല ദോശയും നെയ് റോസ്റ്റും കീ റോസ്റ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് പോകുന്നത് നേരെ മടിവാള കഫേയിലോട്ടാണ്. അവിടെ നമ്മൾ എത്തിയപ്പോൾ നമ്മുടെ കണ്ണ് തെളിപ്പോയി. കേരളത്തിൽ പോലും കാണില്ല ഇത്രയും അടിപൊളി കടികൾ. അതായത് തലശ്ശേരി സ്നാക്സ് നമ്മൾ ഓരോന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊറോട്ട, ചിക്കൻ ഫ്രൈ, പിന്നെ ഒരു ഗ്രേവി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് പോക്കറ്റ് ഷവർമ, പൊറോട്ട റോള്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്നിട്ട് കുറച്ച് പൊറോട്ട എടുത്തിട്ട് അവിടുത്തെ ചില്ലി ചിക്കൻ ഫ്രൈ എല്ലാം കൂട്ടി കഴിച്ച്, പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസും ഒരു വാട്ടർമെലൺ ജ്യൂസും അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ കഴിച്ചത് ഒരു ഡെസേർട്ടാണ്. അതായത് ഒരു അവൽ മിൽക്ക്. ദെൻ സൺബേൺ പാർട്ടി വന്നപ്പം ഒരു കോക്കും, ദെൻ അവിടെ നിന്നാണെങ്കിൽ കുറച്ച് പാസ്തയും കാര്യങ്ങളെല്ലാം കഴിച്ചു. ദെൻ റൂമിൽ വന്നിട്ട് ഒരു സ്പ്രൈറ്റും ഒരു ബോട്ടിൽ വാട്ടറും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ചായയും കുറച്ച് സ്നാക്സും കപ്പയും മീൻ കറിയും പിന്നെ കുറച്ച് പൊറോട്ടയും ബീഫ് ഫ്രൈയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത്. പൊറോട്ടയും ബീഫ് ഫ്രൈ എന്നൊക്കെ പറയുമ്പം നല്ല കേരളത്തിൽ നിന്ന് കഴിക്കുന്ന ഈവനിങ് നമ്മൾ തട്ടുകടയിൽ പോയി കഴിക്കില്ല, അതുപോലൊരു ടേസ്റ്റ്. അതും ബാംഗ്ലൂർ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അതും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഐക്കോണിക് സാധനം പഴംപൊരിയും ബീഫും അതെല്ലാം കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ഫുഡും കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓർത്ത് നമുക്ക് പോകാനുള്ള ടൈമായി. എന്നിട്ട് ഫുഡ് നമ്മൾ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത വ്ലോഗായിട്ട് വീണ്ടും കാണാം.